ഹലോ ഓൾ ദിവ്യസി ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എൻ്റെ ഷോർട്സ് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് അഡോപ്ഷനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പം സത്യം പറഞ്ഞാൽ എന്തുകൊണ്ട് ഈ വീഡിയോ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റീസെന്റ് വന്നിട്ടുള്ള ഒരു ന്യൂസാണ്. നമ്മുടെ ചോറ്റാനിക്കരയുള്ള ഒരു പെൺകുട്ടിയെ, ഒരു ചെറിയ പെൺകുട്ടിയെ അതിന്റെ ആൺ സുഹൃത്ത് എന്തോ ഒരു സംശയത്തിന്റെ പേരിൽ എന്ന് പറയപ്പെടുന്നു ആ കുട്ടിയെ ക്രൂരമായിട്ട് കൊല ചെയ്യുകയാണ്. ആ കുട്ടി മരണപ്പെട്ടു. ആ കുട്ടിക്ക് ആദരാഞ്ജലി നേരുന്നു. അതിനുശേഷം ഈ ന്യൂസ് വൈറലായി. ഒരുപാട് ന്യൂസും അതിന് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ചാനൽസ് വന്നിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുകയും, ഒരുപാട് ന്യൂസ് ചാനൽസ് ആണെങ്കിലും അതിനെപ്പറ്റി സംസാരിക്കുകയും അവർ ന്യൂസ് ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതൊരിക്കലും ഒരു റിയാക്ഷൻ വീഡിയോ അല്ല കേട്ടോ. ഞാൻ അങ്ങനെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരാളല്ല. പക്ഷേ അഡോപ്ഷൻ റിലേറ്റഡ് ആയതുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം തോന്നിയതുകൊണ്ട് ഞാൻ ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് കളയാം, എന്തായാലും കുഴപ്പമില്ല. അപ്പം നമുക്ക് വിഷയത്തിലോട്ട് വരാം. അപ്പം ഈ വീഡിയോയ്ക്ക്, അതായത് ഈ കുട്ടി മരണപ്പെട്ടതിന് ശേഷം ആ വീഡിയോ ന്യൂസ് ചാനലിലൊക്കെ വന്ന സമയത്ത് ഒരുപാട് കമന്റ്സ് അതിന് താഴെ ഞാൻ കാണാനിടയായി. ഒരുപാട് കമന്റ്സ്. സ്വാഭാവികമായിട്ടും ഒരു ന്യൂസിനെ പറ്റിയിട്ട്, ഒരു ന്യൂസ് അല്ല എന്ത് വിഷയമാണെങ്കിലും പല ആൾക്കാർക്കും പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും പല വിഷയങ്ങളെ കുറിച്ചും സംസാരിക്കാൻ ഉണ്ടായിരിക്കും. നമ്മൾ അതെല്ലാം അംഗീകരിക്കുന്നു. ഈവൻ എന്ത് വീഡിയോ ആണെങ്കിലും എൻ്റെ വീഡിയോയ്ക്കും അങ്ങനെ വരാറുണ്ട്. അതെല്ലാം സ്വാഭാവികമായിട്ടും വരുന്ന കാര്യങ്ങളാണ്. അപ്പം ഈ ന്യൂസിന് താഴെ വന്നിട്ടുള്ള ഒരു കമന്റ് നിങ്ങൾ ആ ന്യൂസ് അറിയാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. നിങ്ങൾക്ക് ആ ന്യൂസിനെ കുറിച്ച് അറിയില്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ന്യൂസ് ചാനലിൽ പോയിട്ട് ആ ന്യൂസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വരാം. എങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് അത് കൂടുതലായിട്ട് മനസ്സിലാവുക. ഞാൻ ഇതൊരു റിയാക്ഷൻ വീഡിയോ അല്ലാത്തത് കൊണ്ട് തന്നെ അതിന്റെ മറ്റുള്ള തലങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അതിന്റെ ഡീറ്റെയിൽസോ കുട്ടിയുടെ പേരോ കാര്യങ്ങളോ ഒന്നും തന്നെ ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല. എനിക്ക് ഒരു വിഷയത്തെക്കുറിച്ച് പ്രതിപാദിക്കണം എന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതിലൊരു വീഡിയോ, ഒരു ചാനലിലിട്ട വീഡിയോ, അവരുടെ പേരോ ആരുടെ കമന്റ് ആണെന്നോ ഒന്നും ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല. ഒന്ന് രണ്ട് കമന്റ് ഞാനിവിടെ വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. അത് മെൻഷൻ ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് അങ്ങനെ അത് എഡിറ്റ് ചെയ്ത് അവരുടെ പേരൊക്കെ ഹൈഡ് ചെയ്ത് അതിനുള്ള സമയക്കുറവ് കൊണ്ട് ഞാനത് വായിക്കുകയാണ്. ഒന്ന് രണ്ട് കമന്റ്സ്. അതിൽ ഒന്നാമത്തെ കമന്റ്സ് എന്ന് പറയുന്നത്, ഇവൾക്ക് മക്കളില്ലാത്തത് കൊണ്ട്, അതായത് ആ കുട്ടിയുടെ അമ്മയെ കുറിച്ചാണ്, മരണപ്പെട്ട കൊച്ചിന്റെ അമ്മയെ കുറിച്ചിട്ടാണ് ഈ പറയുന്നത് കേട്ടോ. ആ അമ്മ ഈ കൊച്ചിനെ അഡോപ്റ്റ് ചെയ്തതാണെന്നാണ് പിന്നീട് വന്ന ന്യൂസ്. അതായത് ഈ മരണപ്പെട്ട കുട്ടി ഒരു അഡോപ്റ്റഡ് ചൈൽഡാണ് എന്നുള്ളതാണ്. അപ്പം അതിന് വന്നിട്ടുള്ള കമന്റാണ്, ഇവൾക്ക് മക്കളില്ലാത്തത് കൊണ്ട് ഒരു കുട്ടിയെ ദത്തെടുത്തു. അവൾ ക്രിമിനൽ ജീൻസ് ഉള്ള കുട്ടിയായിരുന്നു. അമ്മയോ അച്ഛനോ ക്രിമിനൽ ആയിരുന്നിരിക്കാം. വളർന്നു വന്നപ്പോൾ അവളും അതേ സ്വഭാവം കാണിച്ചു തുടങ്ങി. ഈ അമ്മയ്ക്കും അച്ഛനും നിയന്ത്രിച്ചാൽ കിട്ടാതായി. അവൾ തോന്നിയ പുരുഷന്മാരുടെ കൂടെ തോന്നിയ പോലെ അഴിഞ്ഞാടാൻ തുടങ്ങി. മോശം കൂട്ടുകെട്ടിലേക്ക് പോയി. മദ്യം, മയക്കുമരുന്ന് അടിമയായി. വീട്ടിലേക്ക് പുരുഷന്മാരെ വിളിച്ചുകൊണ്ടുവന്നു. ഇടയ്ക്ക് ഇത് തടഞ്ഞ അമ്മയെ അവൾ ഉപദ്രവിച്ചു. കൂടെ വന്ന പുരുഷനും അതിൽ പങ്കുചേർന്നു. അവൾ നിരന്തരം അമ്മയോട് വഴക്കിട്ടു. ഗതികെട്ട് അമ്മ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി. കുഞ്ഞുങ്ങൾ ഇല്ലെങ്കിൽ ദൈവം തന്നില്ല എന്ന് വിചാരിച്ചു ക്ഷമിക്കുക. ഇത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. കുഞ്ഞുങ്ങളില്ലെങ്കിൽ, അയാൾ ഈ ഒരു കമന്റ് കൺക്ലൂഡ് ചെയ്തത് ഇങ്ങനെയാണ്, കുഞ്ഞുങ്ങളില്ലെങ്കിൽ ദൈവം തന്നില്ല എന്ന് വിചാരിച്ച് ക്ഷമിക്കുക, ദത്തെടുക്കാതിരിക്കുക. ദത്ത് കുഞ്ഞുങ്ങൾ കൂടുതലും ക്രിമിനൽ മെന്റാലിറ്റി ഉള്ളവരായി കണ്ടുവരുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ കമന്റ്. ഇനി അടുത്തത്, ഒരുപാട് കമന്റ് ഉണ്ട് കേട്ടോ. അടുത്ത കമന്റ് എന്ന് പറയുന്നത്, ജനറ്റിക്സ് ഒരു ഘടകം തന്നെയാണ് സ്വഭാവ രൂപീകരണത്തിൽ. പണ്ടൊക്കെ കാരണവന്മാർ സമ്മതിക്കില്ല ദത്തെടുക്കാൻ. കാരണം പറയുന്നത് ഇതൊക്കെയാണ്. ഓക്കെ, പിന്നെ അടുത്തത്, ഓടയിൽ കിടക്കുന്നതിനെ ഒക്കെ ഒരിക്കലും എടുത്ത് വീട്ടിൽ കയറ്റില്ലേ, അത് നാളെ തിരിച്ചു പണി തരും. സഹായം ചെയ്യാനും പോകല്ലേ. ചെങ്ങന്നൂർ കാരണവർ കേസ് കണ്ടില്ലേ, ദത്തെടുക്കാൻ പോകല്ലേ. നിങ്ങൾക്ക് മക്കളില്ല എങ്കിൽ വേണ്ട. സ്വത്ത് ഉണ്ടെങ്കിൽ അത് ജീവിച്ചിരിക്കുന്ന സമയം കുറെയായി വല്ലവർക്കും ആഹാരം വാങ്ങിക്കൊടുക്കുക. മരണശേഷം എവിടെയെങ്കിലും മൃഗങ്ങളെ വളർത്തുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ ഇന്ത്യയിൽ ടാറ്റ ഹോസ്പിറ്റൽ പോലെ ധാരാളം ക്യാൻസർ രോഗികളെ നോക്കുന്ന സ്ഥാപനങ്ങളുണ്ട്, അവർക്ക് കൊടുക്കുക. അല്ലാതെ ഒരു മതത്തിനും ഒരു ചാരിറ്റിക്കും ഒരു അനാഥാശ്രമത്തിനും കൊടുക്കേണ്ട. മൃഗങ്ങളെ പരിചരിക്കുന്ന പട്ടി, പൂച്ച, ആന അങ്ങനെയുള്ള ജന്തുക്കൾക്ക് ആഹാരം വാങ്ങിക്കൊടുക്കുക. അതായത് ദത്തെടുക്കാൻ ഒരിക്കലും പോകരുത്. അതിന് പകരം മറ്റു പല ചാരിറ്റി ചെയ്യാന്നുള്ളതാണ് അയാൾ പറഞ്ഞത്. പിന്നെ ചോദിച്ചു മേടിച്ചതാ പോട്ടെ, എന്തിനാ ഇങ്ങനെ ഒരെണ്ണം, അത് എങ്ങനെയാണ്? അവനവൻ പ്രസവിച്ച മക്കളെ തന്നെ നിയന്ത്രിക്കാൻ പാരന്റ്സ് പാടുപെടുന്നു. ജനിതകം വേറെയായാൽ കൺട്രോൾ ചെയ്യാൻ പാടാണ്. മാത്രമല്ല പോറ്റമ്മയെ കുട്ടികൾക്ക് കുറ്റം പറഞ്ഞു കൊടുത്ത് നശിപ്പിക്കാൻ ധാരാളം പേരുണ്ടാകും. ഓക്കെ, അത് നമുക്ക് കുറച്ചുകൂടെ കാര്യമായിട്ട് തോന്നുന്നു. അതുകൊണ്ട് ദത്ത് മക്കളെ കൊണ്ട് കഷ്ടപ്പെടുന്ന ധാരാളം വയോധികരെ കണ്ടിട്ടുണ്ട്. ആ സാധു സ്ത്രീയെ വെറുതെ വിടുന്നതാണ് ഉചിതം. വേലിയിടുന്ന പാമ്പിനെടുത്ത് തോളത്തിട്ട അവസ്ഥയായി ആ അമ്മയ്ക്ക്.
ഇതൊക്കെയാണ് ഇതിൽ വന്നിട്ടുള്ള കമന്റ്സ്. ഓക്കെ, ഇത് ഞാൻ ആദ്യം തന്നെ കമന്റ്സ് അങ്ങ് വായിച്ച് തീർക്കുകയാണ്. ഇതിൽ എനിക്ക് ഞാൻ ഒരിക്കലും ആ അമ്മയെ കുറ്റപ്പെടുത്താനോ ആ അമ്മയെ സപ്പോർട്ട് ചെയ്യാനോ ആ അമ്മ ചെയ്തത് വലിയൊരു മഹത്തായ കാര്യമാണ്, അമ്മയ്ക്ക് അങ്ങനെ പറ്റിപ്പോയല്ലോ എന്നൊന്നും ഞാൻ പറയാനോ ഞാൻ അതൊന്നും വാദിക്കുന്നില്ല. പകരമായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ വീഡിയോ എന്ന് തന്നെ ഒരു കൺക്ലൂഷൻ ഇല്ല ഈ വീഡിയോയ്ക്ക്. നിങ്ങളാണ് കൺക്ലൂഡ് ചെയ്യേണ്ടത് കേട്ടോ. ഞാനത് അവസാനം പറയാം. അതായത് ഈ പറഞ്ഞ കമന്റ്സ് ഒക്കെ ശരിക്കും ജെന്യുവിൻ ആണോ, അല്ലെങ്കിൽ അത് പ്രാധാന്യം അർഹിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അത് ക്വസ്റ്റ്യൻ ചെയ്യപ്പെടേണ്ട ഒന്നാണോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇനി നമുക്ക് മറ്റുള്ള കുറച്ച് കാര്യങ്ങളിലോട്ട് വരാം. ദത്തെടുക്കുക എന്ന് പറയുന്നത് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, എൻ്റെ അനുഭവത്തിലുള്ള കാര്യം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്നെ അറിയുമെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും. കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും, ഞാനും ഒരു അഡോപ്റ്റഡ് ചൈൽഡാണ്, എൻ്റെ സിസ്റ്ററും ഒരു അഡോപ്റ്റഡ് ചൈൽഡാണ്. ഈ അഡോപ്ഷൻ എന്ന ന്യൂസ് കാരണം കൊണ്ട് തന്നെയാണ് ഞങ്ങളെ, അല്ലെങ്കിൽ അഡോപ്ഷൻ മാത്രമല്ല, ഞങ്ങൾ അഡോപ്റ്റഡായി വേർപിരിഞ്ഞ് തിരിച്ച് റീയൂണൈറ്റ് ചെയ്ത് റീയൂണിയൻ ആണ് ഞങ്ങളുടെ ഈ ഒരു ഫാമിലിക്ക് വന്നതും ഞങ്ങളെ കുറച്ച് പേരെങ്കിലും തിരിച്ചറിയുന്നതും. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ വിഷയത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതിപ്പോൾ ഞാൻ പറയുന്നു മാത്രം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദത്തെടുക്കുക എന്ന് പറയുന്നത് ശരിക്കും ഞങ്ങളെ സംബന്ധിച്ച് അതൊരു വലിയ കാര്യമായിരുന്നു. ഞങ്ങൾക്കതൊരു നല്ല ജീവിതം തരികയാണ് ചെയ്തത്. ഞങ്ങളുടെ അച്ഛനും അമ്മയും ഞങ്ങൾക്ക് ഓർഫണേജിൽ നിന്ന് നല്ലൊരു ജീവിതം തന്നു. ഞങ്ങൾ അനാഥരിൽ നിന്ന് സനാഥരായി എന്ന് വേണമെങ്കിൽ പറയാം. ഇന്നും ഞങ്ങൾ ഫാമിലിയായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു. ഇതുപോലെ ഈ ഒരു ന്യൂസ് വന്നതിന് ശേഷം ഞങ്ങൾക്ക് ഇതുപോലെ ഒരുപാട് പേരെ കണ്ടുമുട്ടാൻ സാധിച്ചു. അതായത് ദത്തെടുത്തിട്ടുള്ള കുട്ടികളും ഒരുപാട് പേര് ചേച്ചി അല്ലെങ്കിൽ മോളെ എന്നൊക്കെ വിളിച്ചിട്ട് ഞാനും അഡോപ്റ്റഡ് ആണ്, ഞാനും ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ജീവിക്കുന്നു, അങ്ങനെ ഒരുപാട് പേർക്ക് കിട്ടിയതായിട്ട് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചു. അതിൽ എല്ലാവർക്കും, മെജോറിറ്റി ആൾക്കാരും അതിൽ ഹാപ്പി ആണെന്ന് വേണമെങ്കിൽ പറയാം. അല്ലാതെ പല സാഹചര്യങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരും ഉണ്ട്. ഓക്കെ, അപ്പം ഇതിൽ പറയുന്നുണ്ട്, നിങ്ങൾ ഒരു കാരണവശാലും ദത്തെടുക്കരുത്. എന്താ പറയുക, വേലി കിടന്ന പാമ്പിനെ എടുത്ത് തോളത്തിട്ടെന്ന് പറഞ്ഞ അവസ്ഥ പോലെയാകും. എല്ലാ കുട്ടികളും, ദത്തെടുക്കുന്ന എല്ലാ കുട്ടികളും ക്രിമിനൽസ് ആണ്, അല്ലെങ്കിൽ അങ്ങനെയാണ്, അവർ വലുതാവുമ്പം അവർ തനി ഗുണം കാണിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എല്ലാവരും അങ്ങനെയാണെന്ന്? ഇപ്പം ഞങ്ങളുടെ ഉദാഹരണം വെച്ച് ഞങ്ങൾ വലിയ സംഭവമാണെന്നൊന്നും പ്രൂവ് ചെയ്യല്ല. പക്ഷെ എങ്കിൽ കൂടെ ഇതുവരെയുള്ള ജീവിതത്തിൽ ഞങ്ങളുടെ അച്ഛനും അമ്മയും വിലപ്പെട്ടത് തന്നെയാണ്. അത് ഞങ്ങൾക്ക് ആ ഒരു തിരിച്ചറിവുണ്ട്. ഒരു പക്ഷേ ഇത് എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളുന്നില്ല എന്ന് കരുതിയിട്ട് എല്ലാവരെയും അടച്ചാക്ഷേപിക്കുന്നത് ശരിയാണോ? ദത്തെടുക്കുന്ന എല്ലാ കുട്ടികളും ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ്, അവർ നാളെ ഇങ്ങനെ ആവും, അങ്ങനെയാണോ? നിങ്ങൾ ദത്തെടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, അത് അഡോപ്റ്റഡ് ചൈൽഡ് ആണെന്ന് നിങ്ങൾക്ക് അത് അംഗീകരിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ഇടാം, നിങ്ങൾ അങ്ങനെയാണോ എന്നുള്ളത് കേട്ടോ. അപ്പൊ ഇതിൽ വന്നിട്ടുള്ള കമന്റ്സ് വളരെയധികം വേദനിപ്പിച്ചതാണ്. ഇനി നമുക്ക് ഇവർ കുറ്റപ്പെടുത്തുന്ന ജീൻസ് എന്ന് പറഞ്ഞൊരു കാര്യത്തിലേക്ക് നമുക്ക് കടക്കാം. ഈ ജീൻസ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ട് അല്ലെ? നമുക്ക് ജനിതകപരമായിട്ട് കിട്ടുന്ന ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്. അത് ഫിസിക്കലി ആണേലും മെന്റലി ആണേലും നമ്മുടെ ക്യാരക്ടറിനെയൊക്കെ ബിൽഡ് ചെയ്യാനൊക്കെ എല്ലാം നമ്മുടെ ഓവറോൾ നമ്മളൊരു പേഴ്സൺ എന്നുള്ള നിലയ്ക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് അംഗീകരിക്കുന്നു എന്ന് കരുതിയിട്ട് എല്ലാ അഡോപ്റ്റഡ് ചൈൽഡിന്റെയും ജീൻസ് മോശമാണ്, അല്ലെങ്കിൽ എല്ലാ കുട്ടികളും അതുപോലെ ഒരു മോശ സാഹചര്യത്തിലാണ് ഉണ്ടാവുന്നതെന്ന് അടച്ചാക്ഷേപിക്കുന്നത് ശരിയാണോ? അത് എത്രത്തോളം വേദനയുള്ള കാര്യമാണ്. മാത്രമല്ല, നാളെ ഒരു പക്ഷേ ഒരു ജീവിതം കിട്ടും എന്ന് പ്രതീക്ഷിച്ച് കിടക്കുന്ന, അല്ലെങ്കിൽ നാളെ ഒരു അച്ഛനും അമ്മയും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ച് കിടക്കുന്ന ഒരുപാട് നല്ല കുട്ടികൾ അനാഥാലയങ്ങളിൽ ഇപ്പോഴും ഇല്ലേ? ഒരുപാട് ഓർഫണേജ് ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും കാരയുടെ അണ്ടറിൽ അഡോപ്ഷൻ നടക്കുന്നുണ്ട്. ഒത്തിരി പേര് മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്. അപ്പം അങ്ങനെ മക്കളെ എടുക്കാൻ വേണ്ടി തയ്യാറായിരിക്കുന്ന ഒരു പാരൻസ് ആണെങ്കിൽ അവർക്ക് ഇങ്ങനെയുള്ള ന്യൂസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കമന്റ്സ് കാണുമ്പം എന്തായിരിക്കും അവർക്ക് തോന്നുക? ഒരു പക്ഷേ സാഹചര്യവശാൽ എന്തെങ്കിലും റീസൺ കൊണ്ട് അവർക്ക് കുഞ്ഞിനെ ഉപേക്ഷിക്കേണ്ടി വന്നേക്കാം. സ്വാഭാവികമായിട്ടും നമ്മളെല്ലാം മനുഷ്യരാണ്, നമുക്ക് എല്ലാവർക്കും തെറ്റുപറ്റാം. അതിന്റെ ഭാഗമായിട്ട് വന്ന ഒരു എന്താ പറയുക കുഞ്ഞായിരിക്കാം അത്. അതല്ലെങ്കിൽ അവർക്ക് വളർത്താനുള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് അവർ ഉപേക്ഷിച്ചു പോയതായിരിക്കാം. അതുമല്ലെങ്കിൽ നമ്മൾ എന്തെല്ലാം മൂവീസായിട്ടും ന്യൂസായിട്ടും ഒക്കെ കാണുന്നുണ്ട്. ഒരു കുട്ടിയെ അഡോപ്റ്റ് ചെയ്യണമെങ്കിൽ, അബാൻഡൻ ചെയ്യണമെങ്കിൽ അതിന്റെ പുറകിൽ എന്തെല്ലാം റീസൺസ് ഉണ്ടാവും. അത് ഒരു വഴി പഴച്ച രീതിയിൽ ഒരു കുഞ്ഞുണ്ടായി, അതുകൊണ്ട് മാത്രമാണോ എല്ലാ കുട്ടികളും അനാഥരാക്കപ്പെടുന്നത്? ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ ഈ ജീൻസ് മാത്രമാണോ ആ കുഞ്ഞിന്റെ ഭാവിയെ നിർണ്ണയിക്കുന്നത്? ഇതൊക്കെ എനിക്ക് അറിയേണ്ട കാര്യങ്ങളാണ് കേട്ടോ. ഞാൻ ഇതിനെക്കുറിച്ചൊന്നും അഭിപ്രായം പറയാനോ അല്ലെങ്കിൽ ഒരുപാട് വാദോരാതെ സംസാരിക്കാനോ പോകുന്നില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് എനിക്ക് അറിയേണ്ടത്.
അതായത് ആ കുട്ടിയുടെ ജീൻസ് മാത്രമാണോ ആ കുട്ടിയുടെ ഭാവിയെ നിർണ്ണയിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ എനിക്കാണെങ്കിലും എനിക്കറിയില്ല എൻ്റെ ബയോളജിക്കൽ പാരൻസ് എന്താണ്, അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അവരുടെ ഫാമിലി എങ്ങനെയായിരിക്കും, ക്യാരക്ടർ എങ്ങനെയായിരിക്കും എന്നുള്ളത് എനിക്കറിയില്ല. അപ്പൊ എനിക്ക് തോന്നിയിട്ടില്ല അത് മാത്രമാണ് എൻ്റെ ഇതുവരെയുള്ള എൻ്റെ ജീവിതത്തിൽ എനിക്ക് കൂടെ ഉണ്ടായിരുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. സ്വാഭാവികമായിട്ടും ഞാൻ എന്താ പറയാ, ഞാൻ കണ്ടു വളർന്ന എൻ്റെ പാരൻസ്, എൻ്റെ ഫോസ്റ്റർ പാരൻസ്, എൻ്റെ ഇപ്പോൾ ഉള്ള എൻ്റെ അച്ഛനെയും അമ്മയുടെ ഒരുപാട് ക്യാരക്ടേഴ്സ് എനിക്കുണ്ട്. അതെൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും പറയാറുണ്ട്, എൻ്റെ കൂടെയുള്ളവർ പറയാറുണ്ട്. ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയും ഇമിറ്റേറ്റ് ചെയ്യാറുണ്ട്. ഞാൻ തന്നെ ഒരുപാട് വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അച്ഛനെയും അമ്മയിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവരുടെ ക്വാളിറ്റീസ്, അവരെ ഞാൻ ഇമിറ്റേറ്റ് ചെയ്തിട്ടുള്ള, എനിക്ക് അവരിൽ നിന്ന് ഞാൻ എടുക്കാൻ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ള ഒരുപാട് ഗുണങ്ങളെ കുറിച്ചിട്ടൊക്കെ ഞാൻ തന്നെ വീഡിയോസിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ജീൻസ് മാത്രമായിരുന്നുവെങ്കിൽ ഒരിക്കലും അതൊന്നും സാധിക്കില്ല, അല്ലെങ്കിൽ വേറെ ഒരു രീതിയിലേക്ക് മേ ബി മാറിയേക്കാം എല്ലാവരും, അല്ലെ? ജീൻസ് മാത്രമാണ് നമ്മളുടെ ഭാവി നിർണ്ണയിക്കുന്നതെങ്കിൽ അതൊരു വിഷയം. പിന്നെ ഇപ്പം ഈ കുട്ടിയുടെ കേസ് വന്നപ്പോൾ പറഞ്ഞു അനാഥരാക്കപ്പെട്ട കുട്ടികളാണ്, അല്ലെങ്കിൽ ഇതിനെയൊക്കെ എടുത്ത് എന്തിനാണ് വളർത്തിയത്, ആ സമയത്ത് വേറെ വല്ല ഇതും ചെയ്തൂടെ, വല്ല പട്ടിക്കോ പൂച്ചയ്ക്കോ ഫുഡ് വാങ്ങിച്ചു കൊടുത്തൂടെ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ കുട്ടിക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റി, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കേസ് ഉണ്ടായി എന്ന് വെച്ചിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന എല്ലാ കുറ്റകൃത്യങ്ങളും ഇതുപോലെ അതിന്റെ റീസൺ ഇതുപോലെ അഡോപ്ഷൻ ആണോ, അല്ലെങ്കിൽ അഡോപ്റ്റ് ചെയ്ത കുട്ടികളാണോ ഇങ്ങനെയുള്ള എല്ലാ ക്രിമിനൽസ് ആയിട്ട് വന്നതും? ഇപ്പൊ നമ്മുടെ ഗോവിന്ദച്ചാമി ആയിക്കോട്ടെ, നമ്മുടെ കൂടത്തായി ജോളി ആയിക്കോട്ടെ, ഇപ്പൊ റീസെന്റ് ഒരു കുഞ്ഞിനെ കിണറ്റിലിട്ട് കൊന്നു എന്ന് പറയപ്പെടുന്നു. അപ്പം ആ കുറ്റകൃത്യം ചെയ്ത ആളായിക്കോട്ടെ, നമ്മുടെ ചുറ്റും എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഒരു ന്യൂസ് ചാനൽ ഓൺ ആക്കി കഴിഞ്ഞാൽ ഒരുപാട് മർഡറായിട്ടും സൂയിസൈഡായിട്ടും ഇതുപോലെ റേപ്പായിട്ടും ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇതിലെല്ലാം ഉള്ളത് അഡോപ്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾ മാത്രമാണോ? അതാണ് എനിക്ക് അറിയേണ്ട കാര്യം. അപ്പം എന്തുകൊണ്ടാണ് എല്ലാ മനുഷ്യർക്കും തെറ്റുപറ്റും, നമ്മൾക്ക് എല്ലാവർക്കും ഇതുപോലുള്ള അവസ്ഥകളും തെറ്റുകളും എല്ലാം സംഭവിക്കാം എന്ന് കരുതിയിട്ട് അഡോപ്റ്റഡ് ആയിട്ടുള്ള കുട്ടികളെല്ലാം ഇങ്ങനെ ആയിരിക്കും എന്ന് പറയുന്നത് ശരിയാണോ? എൻ്റെ ചുറ്റുപാടും ഒരുപാട് പേരെ എനിക്കറിയാം, അഡോപ്റ്റഡ് ആയിട്ട് നല്ല രീതിയിൽ വളർന്ന് നല്ല പൊസിഷനിലിരിക്കുന്ന, അച്ഛനെയും അമ്മയെ നന്നായിട്ട് നോക്കുന്ന, എല്ലാവരെയും സ്നേഹിക്കുന്ന, ഒരു ഫാമിലി മൊത്തം അവർ റൺ ചെയ്യുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. ഞാനും അങ്ങനെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വലിയ സംഭവമൊന്നുമല്ല, പക്ഷേ എനിക്ക് തോന്നുന്നത് എൻ്റെ അച്ഛനെയും അമ്മേനെയും ഞാൻ സ്നേഹിക്കാറുണ്ട്. ഒരിക്കൽ പോലും എനിക്ക് എൻ്റെ ബയോളജിക്കൽ പാരൻസിനെ തേടി പോകാൻ പോലും എനിക്ക് തോന്നിയിട്ടില്ല. ആ രീതിയിലാണ് ഉറപ്പായിട്ടും ഇത് എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് തന്നിട്ടുള്ള സ്നേഹത്തിന്റെ ഭാഗം തന്നെയാണ്. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെ സ്നേഹം കൊടുത്തുകൂടെ ആ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ ഇപ്പൊ നമ്മളൊരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നല്ലതാണെങ്കിൽ, അല്ലെങ്കിൽ ആ എടുത്ത് കൊണ്ടുവരുന്ന അച്ഛനും അമ്മയും നല്ലതാണെങ്കിൽ ഞാൻ പറയുന്നില്ല, ചിലപ്പോൾ അത് തെറ്റായിരിക്കാം, അവർ വിചാരിച്ചാൽ ഒരു പക്ഷേ ഒരു കുഞ്ഞിന്റെ ഭാവി നല്ലതാക്കി മാറ്റിക്കൂടെ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. നിങ്ങളും നിങ്ങളുടെ അഭിപ്രായം പറയണം കേട്ടോ. അതായത് ഇപ്പോൾ ഒരു കുഞ്ഞിനെ നമ്മൾ എടുത്തുകൊണ്ട് വരുന്നു, ആ കുഞ്ഞ് ആരുടെ എന്താണെന്നൊന്നും അറിയാതെയാണ് അഡോപ്ഷൻ നടക്കുന്നത്. ഞങ്ങളുടെ അങ്ങനെ തന്നെയാണ്. പക്ഷേ ഈ അച്ഛനും അമ്മയും ആ കുഞ്ഞിന് നല്ലൊരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് കൊടുത്ത്, ആ കൊച്ചിന് വേണ്ട വിദ്യാഭ്യാസം കൊടുത്ത്, നല്ല ഗൈഡൻസ് കൊടുത്തു കഴിഞ്ഞാൽ ആ കൊച്ചിനെ ഒരു പരിധിവരെ മാറ്റിക്കൂടെ? അല്ലാതെ കംപ്ലീറ്റ്ലി അതിന്റെ ജീൻസ് ഇങ്ങനെയായിരിക്കും, എത്രയ്ക്കാണേലും ആ കൊച്ചു വലുതാകുമ്പോൾ പോറ്റമ്മയെ തള്ളി പറയും, അല്ലെങ്കിൽ വേറെ വഴിക്ക് പോകും എന്നും പറഞ്ഞ് അതിനെ തോന്നിവാസം വിടുക, അല്ലെങ്കിൽ അതിന്റെ വഴിക്ക് വിടുകയാണോ വേണ്ടത്? അല്ലെങ്കിൽ അങ്ങനെയാണോ? അങ്ങനെ എന്തെങ്കിലും ഒന്ന് സംഭവിച്ച ഉടനെ ആ കൊച്ചിങ്ങനെ ദത്തെടുത്തുകൊണ്ട് പേരിലാണ് ഇങ്ങനെ ആയത് എന്ന് പറയാണോ വേണ്ടത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ള അടുത്ത ചോദ്യം. ഇനി ഞങ്ങളുടെ ഈ ന്യൂസ് വന്നപ്പോൾ തന്നെ എനിക്ക് ഫേസ്ബുക്കിൽ വന്നിട്ടുള്ളൊരു മെസ്സേജ് ആയിരുന്നു, മെസ്സഞ്ചറിൽ വന്നിട്ടുള്ളൊരു മെസ്സേജ് ആയിരുന്നു, ദിവ്യ നിങ്ങളുടെ ഫ്ലവേഴ്സ് 1 കോടിയിലെ വീഡിയോ ഞങ്ങൾ കണ്ടു, ആ ഷോയിലെ എപ്പിസോഡ് കണ്ടു, വളരെയധികം സന്തോഷം തോന്നി. കാരണം അവർക്ക് കല്യാണം കഴിഞ്ഞ് 10-12 വർഷമായിട്ട് മക്കളില്ല. അപ്പം അവരൊരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ തീരുമാനിച്ച കാരായിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് ഇപ്പം ഏകദേശം അവർ ആ ഒരു റാങ്കിലേക്ക് എത്തുന്ന ടൈമാണ്. പക്ഷേ അതിനിടയ്ക്ക് ഇതുപോലെ ഒരു കേസ് ഉണ്ടായി. ഞങ്ങളുടെ ന്യൂസ് വന്ന സമയത്ത് തന്നെയാണ്. ഞങ്ങളുടെ അതേ ഓർഫണേജിൽ നിന്ന് ഒരു പയ്യൻ, അഡോപ്റ്റ് ചെയ്ത പയ്യനാണ്. ആ പയ്യൻ പിന്നീട് ഏതോ ഒരു ലേഡിയുമായിട്ട് എന്തോ അഫെയർ ഒക്കെ ആയി ഒരു കുഞ്ഞിനെ, അവരുടെ പേരക്കുട്ടി എങ്ങാണ്ടാണ്. ആ ന്യൂസും ആ സമയത്ത് വൈറലായിരുന്നു. എനിക്ക് പേരും കാര്യമൊന്നും ഓർമ്മയില്ല കേട്ടോ, ആരുടെയും ഓർമ്മയില്ല. ഈ ന്യൂസ് ഇൻസിഡന്റ് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ ഇയാളുടെ ഈ ഒരു ലേഡിയുടെ പിന്നെ സഹായത്തോടു കൂടി ഈ കുട്ടി, ഈ നിർമ്മല ശിശുപുരം അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ഈ കുട്ടി
എന്ത് ചെയ്യാണ് ആ കുഞ്ഞിനെ എങ്ങാണ്ട് ബക്കറ്റിൽ വെച്ച് കൊന്ന് ഒരു ഇൻസിഡന്റ് അന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം അതിനും ഇതുപോലെ ഒരുപാട് കമന്റ്സ് വന്നു, ഇങ്ങനെ അഡോപ്ഷൻ മൊത്തം മോശമാണെന്ന് പറഞ്ഞിട്ട്. അപ്പം എനിക്ക് മെസ്സേജ് അയച്ച ആൾ ചോദിച്ചു, നമ്മളിതെല്ലാം രജിസ്റ്റർ ചെയ്തിരിക്കുമ്പോഴാണ് ഇങ്ങനെ ന്യൂസ് വന്നത്. അപ്പം ആ ന്യൂസ് കാണിച്ചുകൊണ്ട് അയാളുടെ 1-2 റിലേറ്റീവ്സ് ചോദിച്ചു, അഡോപ്റ്റ് ചെയ്യണോ? കാരണം ഇങ്ങനെയൊക്കെയാണ് ന്യൂസ് കേൾക്കുന്നത്. അഡോപ്റ്റഡ് കുട്ടികളൊക്കെ വലുതാവുമ്പം ഇതുപോലെ അച്ഛനെയും അമ്മയും നോക്കില്ല, അവർ തള്ളിപ്പറയും, അവർ ക്രിമിനൽസ് ആവും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം അത് കേൾക്കണമെന്ന് ഏതോ ഒരാൾ ഇയാളോട് ചോദിച്ചു അത്രേ. അപ്പം ഞങ്ങളുടെ ന്യൂസ് കണ്ടപ്പം അയാൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമായി, ഞങ്ങളുടെ ആ ഒരു പ്ലാനിൽ നിന്ന്, അഡോപ്ഷൻ എന്നുള്ളൊരു പ്ലാനിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ പോവുമായിരുന്നു. അപ്പോഴാണ് നിങ്ങളുടെ ന്യൂസ് വന്നത്. നിങ്ങളെ കണ്ടപ്പം ഞങ്ങൾക്ക് ശരിക്കും അതൊരു ഇൻസ്പിറേഷൻ ആയിട്ട് തോന്നി. ഞങ്ങൾ ആ ഒരു അഡോപ്ഷൻ എന്നുള്ള കാര്യത്തിലേക്ക് ഞങ്ങൾ പ്രൊസീഡ് ചെയ്യുകയാണ് എന്നൊരു മെസ്സേജാണ് എനിക്ക് വന്നത്. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സന്തോഷം തോന്നി. അതേസമയം എനിക്ക് സങ്കടവും തോന്നി. കാരണം സന്തോഷം തോന്നിയത് എന്തായാലും ഞങ്ങളുടെ ഒരു ന്യൂസ് കൊണ്ടെങ്കിലും അയാൾ ആ ഒരു അഡോപ്ഷൻ പ്രൊസീഡ് ചെയ്യുന്നുണ്ടല്ലോ, അത് ക്വിറ്റ് ചെയ്യാതെ പാതി വഴിയിൽ. ഒരു കുട്ടിക്ക് അത് കാരണം ഒരു ജീവിതം നാളെ കിട്ടുമല്ലോ എന്ന കാര്യത്തിൽ വളരെ സന്തോഷം തോന്നി. സങ്കടം തോന്നി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് ഈ ഒരു മെസ്സേജ് ഇതുപോലെ ഒരു ന്യൂസ് കണ്ടിട്ട് അത് അയച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ്, അതായത് നാളെ ആ കുട്ടി നിങ്ങളെ നോക്കുവോ, ഇത് വേണോ എന്ന് അയാളെ എന്താ പറയുക കൺഫ്യൂസ്ഡ് ആക്കുന്ന ആ ഒരു ആളെ കുറിച്ച് ഓർത്തിട്ടാണ് ശരിക്കും വിഷമം തോന്നിയത്. അങ്ങനെ ഒരാളല്ല, ഈ കമന്റ് ഇട്ട എല്ലാവരും ആ കാറ്റഗറി വരുന്നത് തന്നെയാണ്. അപ്പം എനിക്ക് ചോദിക്കാനുള്ള കാര്യം, ഞാൻ ഒരിക്കലും ജീൻസ് ഇല്ല എന്നോ നമുക്ക് അതിന്റെ ഇൻഫ്ലുവൻസ് ഇല്ല എന്നോ നമ്മളെല്ലാവരും നല്ല രീതിയിൽ വളർന്നാൽ നല്ലവരാകുമെന്നോ അല്ലെങ്കിൽ എല്ലാ ഉത്തരവാദിത്വം പാരൻസിന്റെ കയ്യിലാണ് എന്നൊന്നും ഒരിക്കലും ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങൾ എനിക്കിതിനെ മസ്റ്റായിട്ടും കമന്റ് ചെയ്യുക. എനിക്കറിയേണ്ടത് ദത്തെടുക്കുന്ന എല്ലാ കുട്ടികളും അവരുടെ ജീൻസിനെ കുറ്റപ്പെടുത്തിയിട്ട് അവരെ അടച്ചാക്ഷേപിക്കുന്നത് അല്ലെങ്കിൽ അവരെ നാളെ ക്രിമിനൽസ് ആവുന്നു മുദ്ര കുത്തുന്നത് ശരിയാണോ എന്ന് മാത്രം നിങ്ങൾ പറയാം. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതൊരിക്കലും ഒരു റിയാക്ഷൻ വീഡിയോ അല്ല. അപ്പം എനിക്ക് പറയണം എന്ന് അല്ലെങ്കിൽ ചോദിക്കണം എന്ന് തോന്നിയിട്ടുള്ളൊരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, അത്രയേ ഉള്ളൂ. ഈ വീഡിയോയ്ക്ക് ഒരു കൺക്ലൂഷനോ ഒരു ബിഗിനിങ്ങോ ഒന്നും തന്നെ ഇല്ല. എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്കും കമന്റും ഒക്കെ ചെയ്യുക. ഞാൻ ചോദിച്ച കുറച്ച് കാര്യങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക. ഇത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. അപ്പോൾ ബൈ.